ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിനി ദിവസം വേണമെങ്കിൽ സോഫ്റ്റ് പുട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ. അതായത് നമ്മൾ റേഷൻ കടയിൽ മട്ടരിയും വെള്ളരിയും ഒക്കെ കിട്ടുമ്പോൾ ആരും തന്നെ മേടിക്കാണ്ടിരിക്കേണ്ട നല്ല സോഫ്റ്റും പഞ്ഞി പോലത്തെ പുട്ട് നമുക്ക് വർഷം മുഴുവൻ പുട്ടുപൊടി ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഒരിക്കൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ കഴിക്കാൻ പറ്റും. എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഒട്ടും തന്നെ കേടും വരില്ല. നമുക്ക് 10 മിനിറ്റ് മതി. നമുക്ക് വെയിലത്ത് ഉണക്കി എടുക്കുക, ഒന്നും ചെയ്യണ്ട കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പുട്ടുപൊടിയാണ്. നമ്മളിതാ ഒരു 5 കിലോ പുട്ടുപൊടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഞാനിതൊന്ന് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം. ഇത് നമുക്ക് വറുത്തെടുക്കൊന്നും വേണ്ട. നമുക്ക് അടിപൊളി പുട്ടുപൊടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 3 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തെടുക്കാം പാകത്തിനുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. 3 കപ്പ് പുട്ടുപൊടിയിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി 1 കപ്പും കൂടി വെള്ളം ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുട്ടുപൊടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് അതിവില കൊടുത്ത് നിങ്ങൾ ഒരിക്കലും പുട്ടുപൊടി വാങ്ങൂല കേട്ടോ. പിന്നെ റേഷൻ കടയിലെ അരി നമ്മൾ വെറുതെ കളയൂല കേട്ടോ. ഇതുപോലെ പുട്ടുണ്ടാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഇതുപോലെ പുട്ടുണ്ടാക്കി കഴിക്കാൻ കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. ഒരിക്കലും റേഷൻ കടയിലത്തെ അരി കളയില്ല കേട്ടോ. അപ്പോൾ ഇതാ മൂന്നാമത്തെ കപ്പ് വെള്ളവും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ എത്ര പൊടി എടുക്കണോ അത്രയും വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും എല്ലാ ഭാഗത്തേക്കും ആയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് തുറന്നെടുക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടിയിൽ എല്ലാ വെള്ളം കുടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പം തന്നെ നമ്മുടെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് പുട്ടുപൊടി കിട്ടും നമുക്ക്. കണ്ടല്ലോ, ഇതാ നല്ല അടിപൊളി പുട്ടുപൊടിയാണ്. ഒട്ടും തന്നെ വെള്ളം അധികമായിട്ടുമില്ല. എന്നാൽ കറക്റ്റ് വെള്ളമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് സാധാരണ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണോ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കഷ്ണമായിട്ടുള്ള പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ 3 കപ്പ് പൊടിയോട്ട് നമുക്ക് 6 കുറ്റി പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് 2 കുറ്റി പുട്ട് മതിയാവും. ഒരു കപ്പ് പൊടി മതിയാവും. നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ, 4 പേർക്ക് കഴിക്കാനൊക്കെ. ഇപ്പോൾ നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കറിയൊന്നും വേണ്ടാണ്ടും നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. തേങ്ങ ഉണ്ടെങ്കിൽ ഈ പൊട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കപ്പ് പൊടി കൊണ്ട് നമുക്ക് 6 കുറ്റി പുട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ആരും കടയിൽ നിന്നൊന്നും പുട്ടുപൊടി വാങ്ങിയിട്ട് വെറുതെ പൈസ കളയണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ റേഷൻ കടയിൽ നിന്ന് നമുക്ക് അരി വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തേക്കാം. ഒരൊറ്റ വട്ടം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് വർഷം മുഴുവൻ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ റേഷൻ കടയിലെ മട്ടരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ കുറിഞ്ചാത്തനും അങ്ങനെയൊന്നും ഇല്ലാത്ത അരി ആയതുകൊണ്ട് ഞാൻ ചുടുവെള്ളം വെച്ച് കഴുകിയെടുക്കണില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചുടുവെള്ളം വെച്ച് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ 10 നാഴിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതെൻ്റെ നാഴി ക്ലാസ്സാണ്. അപ്പോൾ അതിന് 10 നാഴി മട്ടരിയും 10 നാഴി നമ്മൾ റേഷൻ കടയിലെ വെള്ളരിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മൊത്തം 5 കിലോനാണ് കേട്ടോ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ വെള്ള അരിയാണ്, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് കേട്ടോ. അപ്പോൾ 2 റേഷൻ കടയിലെ അരിയാണ്. ഇത് നമ്മൾ 2 10 നാഴിയായിട്ട് എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 5 കിലോന് എടുത്തിട്ടുണ്ട് കേട്ടോ. 5 കിലോയിൽ കൂടുതലല്ലാണ്ട് കമ്മി ഉണ്ടാവില്ല. എന്നിട്ട് ഇത് നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ. ഒരു 6-8 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം. ഇതിൻ്റെ പൊടിയും അഴുക്കും ഒക്കെ പോവാൻ ഇപ്പോൾ നമ്മളൊരു 6-7 പ്രാവശ്യം കഴുകിയെടുത്തതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് ഇട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. ഒരു പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മുടെ അരി ഒന്ന് ചെറുതായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്നുകൂടി തിരുമ്മി കഴുകിയെടുക്കുക.
നമ്മൾ ആ ചാതികളൊക്കെ ഉള്ള അരിയാണ് കണ്ണി കണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചുടുവെള്ളം പാർന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ മണമൊന്നും വല്ലാണ്ട് ഇല്ലാത്ത റേഷൻ അരിയാണ് കേട്ടോ, നല്ല അരിയാണ് കിട്ടിയിട്ടുള്ളത്. അതുണ്ടെങ്കിൽ അങ്ങനെ കഴുകിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഓട്ടക്കുട്ടയിലേക്ക് വാരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്നുകൂടി കഴുകി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 തവണ വാരിയിടാനായിട്ട് നമുക്ക് ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു കൊട്ടയേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 തവണ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമ്മൾ വാർന്ന് വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ പോവും. നമ്മൾ വെയിലത്തൊന്നും വെക്കണില്ല, കണ്ടല്ലോ ഇതുപോലെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ അരിങ്ങനെ വെറുതെ വീഴും കേട്ടോ. അതുപോലെ ആകും. ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ മതിയാകും. ഇനി നമ്മൾ ഇതൊരു സെഞ്ചിയിലേക്ക് ആക്കിയെടുക്കുകയാണ് കേട്ടോ. ഒരു കവറിലേക്കോ ഒരു സെഞ്ചിയിലേക്കോ ഒക്കെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ആദ്യം ആക്കിയത് നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്കിയുള്ളത് കൊട്ടയിലാക്കിയതാണ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാതും നമ്മൾ ഇതുപോലെ ഒരു ചാക്കിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അരി മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഉണക്കിയെടുക്കണമൊന്നുമില്ല. ഇത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഇത് വറുത്ത് തരും കേട്ടോ. അപ്പോൾ നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് വറുത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ 5 കിലോ പൊടി നല്ലോണം അവർ വറുത്ത് തരും കേട്ടോ. നമുക്ക് 10 രൂപ പൊടിപ്പിക്കാനും 1 കിലോന് 10 രൂപ വറുക്കാനുമാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 1 കിലോന് 20 രൂപയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമുക്ക് വന്നിട്ടുള്ളത് 100 രൂപയാണ് കേട്ടോ. നമ്മളിത് പൊടിപ്പിക്കാനും വറുപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 5 കിലോ കടയിൽ നിന്ന് നമ്മൾ പൊടി വാങ്ങുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പൈസ നമുക്കാവും. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കും ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, കേട് വരാണ്ടിരിക്കാൻ. നല്ലോണം വറുത്തെടുത്തിട്ട് തന്നെയാണ് അവർ തന്നിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എത്ര കാലം വെച്ചാലും നമുക്കിത് കേടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മളിത് കൊട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ കൊട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒന്ന് പുട്ടുണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഞാൻ 3 കപ്പ് ഇപ്പോൾ ഞാൻ നേരത്തെ പുട്ടുണ്ടാക്കിയല്ലോ, അതെടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. പൊടി ചൂടാറിയതിന് ശേഷം അടച്ചു വെക്കാൻ പാടും. അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളി പുട്ടുപൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി റേഷൻ കടയിൽ മട്ടരിയും വെള്ളരിയും ഒന്നും വാങ്ങാണ്ടിരിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് 3 കപ്പ് അളന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഉപ്പിൽ നനവൊന്നും ഉണ്ടാകരുത്. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിയുന്നത് വരെ നമുക്ക് ഒരു കേടും വരില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം ഒന്നുമില്ല. നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.